ഉത്തരാഖണ്ഡിൽ മണ്ണിടിച്ചിലിൽ കുടുങ്ങിയവർക്കായുള്ള രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. മഞ്ഞുവീഴ്ചയും മഴയും രക്ഷാപ്രവർത്തനത്തിന് കനത്ത വെല്ലുവിളിയാകുന്നുണ്ട്. മഞ്ഞിടിച്ചിലിൽ കുടുങ്ങിയ തൊഴിലാളികളുടെ പേരുവിവരങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. ബൽറാം നെടുങ്ങാടി ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബൽറാം, രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഇനിയും 32 പേരെയോ മറ്റോ രക്ഷപ്പെടുത്താനുണ്ട് എന്നുള്ളതാണ് ഒടുവിലായി പുറത്തു വന്ന കണക്ക്. അതിൻ്റെ വിശദാംശങ്ങൾ എങ്ങനെയാണ്? രക്ഷാദൗത്യത്തിൽ മുന്നിലുള്ള വെല്ലുവിളികൾ, അതിനെ മറികടക്കാനുള്ള നീക്കം, പുതിയ വിവരങ്ങൾ എന്താണ് ബൽറാം? റീജിത്ത്, ഇനി രക്ഷപ്പെടുത്താനുള്ളത് 22 പേരെയാണ്. 33 പേരെ ഇതിനകം തന്നെ രക്ഷപ്പെടുത്തിയിരിക്കുന്നു. അതിൽ 22 പേർ സ്വയം തന്നെ ഈ മഞ്ഞിടിച്ചിലുണ്ടായ ഭാഗത്തു നിന്നും അവർ ആദ്യ സമയം തന്നെ രക്ഷപ്പെട്ട് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറിയിരുന്നു. തുടർന്ന് 57 പേർ അകപ്പെട്ടിരുന്നതായാണ് ആദ്യം പുറത്തു വന്ന റിപ്പോർട്ടുകൾ. എങ്കിൽ ഈ 57 തൊഴിലാളികളിൽ 2 പേർ അവധിയിലായിരുന്നു. 55 പേരാണ് ക്യാമ്പിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് പിന്നീട് ഈ BRO അധികൃതർ തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ 22 പേരെ രക്ഷപ്പെടുത്തുന്നതിനുള്ള രക്ഷാപ്രവർത്തനം ഊർജിതമായി തന്നെ പുരോഗമിക്കുകയാണ്. എന്നാൽ കനത്ത മഴ, ഒപ്പം തന്നെ മഞ്ഞിടിച്ചിൽ എന്നിവ വലിയ വെല്ലുവിളി ഉയർത്തുന്നുണ്ട് ഈ രക്ഷാപ്രവർത്തനത്തിന്. ഈ പ്രദേശം എന്നുള്ളത് ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ്. നവംബർ മാസം മുതൽ ഏപ്രിൽ വരെ മനുഷ്യവാസമില്ലാത്ത ഒരു പ്രദേശമാണ്. അത്രത്തോളം വലിയ തോതിൽ മഞ്ഞിടിച്ചിൽ, മഞ്ഞുവീഴ്ച ഉണ്ടാകുന്ന ഒരു പ്രദേശമാണ് ഇത്. കൂടാതെ സാറ്റലൈറ്റ് ഫോണുകൾ പോലും പ്രവർത്തിക്കുന്നില്ല ഇവിടെ. ഇന്നതെല്ലാം തന്നെ രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയാണ്. നിലവിൽ ദേശീയ ദുരന്ത നിവാരണ സേനയുടെ 4 സംഘങ്ങളും സംസ്ഥാന ദുരന്ത നിവാരണ സേനയും കൂടാതെ ITBP സംഘവും സൈന്യത്തിൻ്റെ പ്രത്യേക റെജിമെൻറ്റും ഈ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം ഇപ്പോഴും ഊർജിതമായി തന്നെ പുരോഗമിക്കുന്നു എന്നാണ് സൈന്യം നൽകുന്ന വിവരം. ശരി, 33 പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. 22 പേർ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ഇവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമമാണ് നടക്കുന്നത്. അതിന് സാധ്യമായ എല്ലാ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തുന്നുമുണ്ട്. ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.